ആലുവ പുഴയുടെ തീരത്ത്, ആലുവ പുഴയുടെ തീരത്തല്ല, ആലുവ ടൗണിൽ നിന്ന് ഇത്തിരി മാറിയിട്ടാണ്. ആപ്പ് നോക്കി ബുക്ക് ചെയ്ത റൂമാണ്. ആപ്പിൽ കണ്ടതിനും നേരിട്ട് കണ്ടതിനും ആമയും മുയലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. വൈഫൈ ഇല്ല, ഹോട്ട് വാട്ടർ വരാണെങ്കിൽ കാത്തിരിക്കണം, ടിവിയും വർക്കാവണില്ല. ആകെയുള്ളൊരു സമാധാനം എന്താന്ന് വെച്ചാൽ റൂം നന്നായിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാത്റൂമൊക്കെ ക്ലീൻ ആയിരുന്നു. നമുക്കത് മതിയല്ലോ. ലിഫ്റ്റ് ഇല്ലാത്ത ഹോട്ടലിലെ ഏറ്റവും മുകളിലത്തെ മുറി. കയറി ഇറങ്ങി നടുവോടിയല്ലോ എന്ന് ഓർത്തപ്പോ ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ. പിന്നെ എവിടെ പോയാലും ഫുഡാണല്ലോ നമുക്ക് മുഖ്യം. സോ ഈവനിങ് നേരെ ഓപ്പോസിറ്റുള്ള ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കോർട്ടിലോട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ശരിക്കും പറഞ്ഞ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ചായക്ക് പകരം എന്താക്കി, ഹോർലിക്സ് ആക്കി. നല്ല വിശപ്പുള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഉച്ചയ്ക്കുള്ള ഫുഡും വാങ്ങി. ബിരിയാണി ചൂടോടെ കൈയോടെ വാങ്ങിയിട്ട് പോയതാണ്. അത്യാവശ്യം നല്ല പീസും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ റോസ് വാട്ടർ അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഒരു ബിരിയാണി ആയിട്ടല്ല തോന്നിയത്, റോസ് വാട്ടർ ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയും ചോറുമായിട്ടാണ് നമുക്ക് ഫീൽ ആയത്. എന്തായാലും ഒക്കെ വിശപ്പ് മാറി. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഓക്കെ. ദെൻ ഡിന്നറും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്. നെയ്ച്ചോറും ബീഫും പപ്പടവും സാലഡും പിന്നെ പരിപ്പ് കറി അടങ്ങിയുള്ള കോംബോ ആയിരുന്നു. പക്ഷെ പരിപ്പ് കറി ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. ബീഫ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അതിഷ്ടമായി. പക്ഷെ നെയ്ച്ചോറിൽ പറഞ്ഞ പോലെ പഴയ റോസ് വാട്ടറിൻ്റെ അതേ ഫ്ലേവർ തന്നെ. ക്വാണ്ടിറ്റി അവരെ കോംപ്രമൈസ് ചെയ്യാത്ത കാരണം സങ്കടമില്ലാതെ കഴിച്ചു എന്ന് പറയാം. ഈ കോംബോ നമുക്ക് 130 രൂപയ്ക്കാണ് കിട്ടിയേ. ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണിക്ക് 120 രൂപ. പക്ഷെ അവര് തന്ന ഈ ടേസ്റ്റിന് വില കുറച്ച് കൂടുതലല്ലേ. പിന്നെ ആകെ ഇഷ്ടമായത് ഈ മുതലാണ്. ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ചിക്കൻ ഫ്രൈ. കൊള്ളാം, ടേസ്റ്റ് നല്ലതായിരുന്നു. ഇത് മാത്രമാണ് ഒന്ന് ആസ്വദിച്ച് കഴിച്ചത്. പിന്നെ അടുത്ത ദിവസം ഒരു തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ചായ ഓർഡർ ചെയ്തു. പക്ഷെ അവിടുത്തെ ചേച്ചി കൊണ്ടുതന്ന ചായ എന്ന് പറയുന്നത് വെള്ളത്തിൽ 1 ടീസ്പൂൺ പാല്, 1/2 ടീസ്പൂൺ ചായപ്പൊടി, ദെൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടൊരു വെള്ളം. അതും കുടിച്ച് സമാധാനപ്പെട്ട് ഇറങ്ങി നടന്നു. ഏരിയൊക്കെ കാണാൻ അത്യാവശ്യം കൊള്ളായിരുന്നു. അങ്ങനെ നടന്നു ജസ്റ്റ് എന്തൊക്കെയുണ്ടെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഒന്ന് കണ്ടിരിക്കണമല്ലോ. സത്യം പറഞ്ഞാൽ വഴി തെറ്റിപ്പോയതാ. എന്നാലും അവസാനം നടന്നൊരു ചായക്കടയിൽ എത്തി. നമ്മൾ തൊട്ടടുത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. പക്ഷെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഒരു ലുക്കൊക്കെ വെച്ച് നമ്മൾ പോയിട്ടൊരു പൊറോട്ട റോള് വാങ്ങിയതാ. ചിക്കൻ പൊറോട്ട റോളെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ചിക്കൻ പോയിട്ട് അതിൻ്റെ ചിക്കൻ്റെ കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ആലുവയിലെ ഡോമിനോസ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പിസ്സ ഓർഡർ ചെയ്തു. ഒരു പിസ്സ അല്ല, 5 പിസ്സ ഓർഡർ ചെയ്തു. തിന്നു ചത്തു എന്ന് പറയാം. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പിസ്സ കഴിച്ച് പണി കിട്ടിയ കാരണം വയറൊന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് പ്രോബയോട്ടിക്സ് ആവാന്ന് കരുതി ദോശ വാങ്ങാൻ ഇറങ്ങിയതാ. ഒരു സെറ്റിന് പകരം 2 സെറ്റ് ദോശയാണ് ചേച്ചി പൊതിഞ്ഞു തന്നത്. ഇത് നേരെ ആലുവ ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ. അവിടുന്ന് നേരെ മെട്രോയ്ക്ക് നടക്കണ വഴി മഴ പെയ്തു. അപ്പൊ ചെറിയൊരു കട കണ്ട് അങ്ങോട്ട് കയറി. പുല്ല് ആസ്വദിച്ച് കുടിക്കാനും സമ്മതിക്കില്ല. എനിവേ നല്ല കാപ്പിയായിരുന്നു. ഈ സ്പോട്ട് അടിപൊളിയാ. പാരീസ് കാഫെ. പിന്നെ അവിടുന്ന് നേരെ എടപ്പള്ളി മെട്രോയില് പോയി ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേനും നല്ല പൊരിഞ്ഞ വിശപ്പ്. അത് പിന്നെ കൂടപ്പുറപ്പാണല്ലോ. പിന്നെ അവിടെ പോയിട്ട് ഒരു കൊച്ചു തട്ടുകട കണ്ടുപിടിച്ച്, ടോൾ ജംഗ്ഷനിന്റെ അടുത്ത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് എന്താ കഴിക്കാനുള്ള ചേട്ടാന്ന് വെച്ചപ്പോ ബിരിയാണി ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് ഒരെണ്ണം കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 2 പീസും കിട്ടി. ഈ ബിരിയാണിക്ക് അവർ 120 രൂപയാണ് കേട്ടോ പറഞ്ഞത്.
ഒരു 90 രൂപയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ബട്ട് ഓക്കെ. ശരിക്കും പറഞ്ഞ ഇത്രയും കണ്ടപ്പോ നിങ്ങൾ കരുതി കാണും എറണാകുളത്തോട്ട് തിന്നാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണെന്ന്. അല്ലാട്ടോ, ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. എന്തായാലും എറണാകുളം വന്നു, കുറച്ച് അത്യാവശ്യം നല്ല സ്പോട്ട് കണ്ടിട്ട് പോവാന്ന് കരുതി. ജെട്ടിക്ക് പോണ വഴി ഒരു കുഞ്ഞിക്കടയില് ഒരു ചായയും സവാള വടയും വാങ്ങി കഴിച്ചു കേട്ടോ. ഇത്തിരി സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിനിടയ്ക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് ഫോർട്ട് കൊച്ചി വന്നു. പക്ഷെ നേരെ മണിപ്രാവുകളെയും ഫോളോ ചെയ്ത് ബോട്ട് കെട്ടിയിലെത്തി. കയറുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചത് കണ്ടല്ലോ. അങ്ങനെ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാ. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി. താണ്ട് ഫ്രെയിമിൽ ഒരു ബീഫ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 ബീഫ്. എനിവേ, ഓട്ടോറിക്ഷ ചേട്ടന്മാരുടെ ട്രിപ്പ് ഓഫർ ഒന്നും സ്വീകരിക്കാതെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇതാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ശരിക്കും പറഞ്ഞാൽ നടന്ന് എത്തിയപ്പോഴാണ് ഈ സ്ഥലം ഇവിടെ തന്നെയെന്ന് മനസ്സിലായത്. ശരിക്കും ഈ സ്പോട്ടിന്റെ ഹിസ്റ്ററി എന്താ? വാസ്കോ ഡ ഗാമ കാലുകുത്തിയത് കാപ്പാട് ബീച്ചിലല്ലേ. പിന്നെ വാസ്കോ ഡ ഗാമ സ്ക്വയറിന്റെ ഹിസ്റ്ററി എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ബീച്ചിലെത്തിയിട്ട് കടലിലൊക്കെ നിറങ്ങി കളിക്കണം എന്നൊക്കെ കരുതിയതാ. അപ്പതേ മൊത്തം കല്ലിട്ട് വെച്ചേക്കുന്നു. ഷോക്കായി പോയി. എന്തായാലും ബീച്ച് ഓരത്തിൽ എങ്ങനെ നടന്നപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഐസ്ക്രീം കടകളും ചാറ്റ് കടകളും പിന്നെന്തെന്നാ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, പിന്നെ ശംഖുകൊണ്ടുള്ള മാല, ഈ വക ഐറ്റംസ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട്. എന്തായാലും ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചൊന്ന് റിഫ്രഷ് ആവാന്ന് കരുതി. പിന്നെ ഒരു ചാറ്റ് കടയിൽ നിന്ന് സ്വീറ്റ് കോണും വാങ്ങി. കൂടെ എന്തോ ഒരു കുണാന്തിരി. എന്തായിരുന്നു അത്? മസാലപ്പൂരിയോ അങ്ങനെ എന്തോന്നാണ്. എനിവേ, കിട്ടിയത് സ്വീറ്റ് കോൺ അല്ലാട്ടോ, ഇത് സാധാരണ കോണാ. പിന്നെ ഇതിലാണെങ്കിൽ മൊത്തം കളർ പൊടി. എന്തേലും കഴിച്ചു. പിന്നെ ഒരു ബോട്ടില് വെള്ളം, ഒരു കുൽഫിയും കൂടി വാങ്ങി. போகவில்லை பங்காளி, சோகம் ஏதுமில்லை 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 வாவானி, என்ன பண்ணலாம். പിന്നെ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് ഒടുക്കം വൈകുന്നേരം വരെ അവിടെ തന്നെ നടന്നു. മൊത്തത്തിലൊരു 20,000-ന്റെ മേലെ സ്റ്റെപ്സ് നടന്നു എന്നാണ് ഫോണ് ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും കാലൊരു വഴിക്കായി. കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ വാട്ടർ മെട്രോ കേസ്. വന്നത് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരുന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോൾ വാട്ടർ മെട്രോ ട്രൈ ചെയ്യാന്ന് കരുതി. നോക്കിയപ്പോ 1/2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മെട്രോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തുന്ന കരുതിയിട്ടാണ് അങ്ങോട്ട് കയറിയത് ആക്ച്വലി. പക്ഷെ അതിന് 1/2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ് ടൈം എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടേ പ്രിഫർ ചെയ്യുള്ളൂ. അതായിരുന്നു അടിപൊളി. ഇതൊരുമാതിരി വെള്ളത്തിലാ പോകുന്നൊരു വികാരം ഇല്ലാണ്ട് ഒരു കുലുക്കൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ പോകുന്ന പേടിയുള്ളവർക്ക് മെട്രോ പ്രിഫർ ചെയ്യാം. കണ്ടോ, പുറത്തേക്ക് നോക്കിയ ബോട്ട് അനങ്ങാണെന്ന് പോലും തോന്നണില്ല. ചെറുതായിട്ട് മെല്ലെ മെല്ലെ നീങ്ങണം പോലെ. പിന്നെ നമ്മളതേ എറണാകുളം മെട്രോ സ്റ്റേഷനിലെത്തി. എറണാകുളം മെട്രോ സ്റ്റേഷനിലോട്ട്, അത് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനാണേ. അത് തന്നെ.
നടക്കണ വഴിക്ക് തന്നെ എവിടുന്നോ പൊട്ടലും ചീറ്റലും കേട്ടു. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോഴാണ് ദേ ഈ ചേട്ട സർബത്തടിക്കുന്ന സൗണ്ടാണത്. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എപ്പോഴാ ഇത് വീണ് തെറിക്കാന്ന് പേടിച്ചാണ് അടുത്ത് നിന്നത്. എന്തായാലും ഒരു നെല്ലിക്ക കാന്താരി സോഡ ഓർഡർ ചെയ്തു. സോഡ അടിപൊളിയായിരുന്നു, നല്ല റിഫ്രഷിങ് ആയി. തിരിച്ചു പോകുമ്പോ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ഗ്ലാസ് 2 വാങ്ങിട്ട് പോയാലോ എന്ന് വരെ ആലോചിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ ചേട്ടന്റെ കയ്യിൽ നിന്ന് റോസ് മിൽക്ക് തെറിച്ച് താഴെ വീണ് പൊട്ടിയത്. അത് കണ്ടപ്പോ ആ തീരുമാനം വിട്ട്. പിന്നെ അവിടെ നിന്ന് ബസ് പിടിച്ച് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അവിടെ എത്തിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടത്. ഈ ചേട്ടന്മാരുടെ അടുത്തുനിന്ന് ഒരു 3 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും ഒരു ഡബിൾ ബുൾസൈനുമാണ് ഓർഡർ ചെയ്തത്. അവരെ ഈടാക്കിയതിൽ ഞങ്ങൾ 3 പൊറോട്ടയെ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാണ്ട് 4 പൊറോട്ടയുടെ കാശാണ് അവരിട്ടത്. അവിടെ ബീഫിന് 100 രൂപയും ചിക്കൻ കറിക്ക് 120 രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഈ കോമ്പോണ് വാങ്ങി. ടേസ്റ്റ് കൊള്ളായിരുന്നു. തിരിച്ചുള്ള യാത്ര ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോ 11:30 ലാസ്റ്റ് ട്രെയിൻ, മാവേലി എക്സ്പ്രസ്. എന്തായാലും വെയിറ്റിംഗ് ഹാളിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. 4 മണിക്കൂർ ട്രെയിനിൽ ഇരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെയും വിശപ്പിനെ ആലോചിച്ച് ഈറോഡ് കഫേയിലോട്ട് കയറി 2 ഇഡ്ഡലിയും ഒരു കാപ്പിയും കുടിച്ചു. അമ്മേ, ഇതായിരുന്നു ട്രെയിനിലെ അവസ്ഥ. ഇരിക്കാൻ പോയിട്ട് നിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തായാലും കാലിന്റെ കാര്യം തീരുമാനമായി. ഹിപ്പികളുടെ നഗരം, ലഹരി കുപ്പികളുടെ നഗരം, സ്വർഗം ഭൂമിയിൽ സ്വർഗം തിരയും സ്വപ്നാടകരുടെ നഗരം. ലാ 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 ലാ.